3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടന്നത്. ഒരു പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ വലിഞ്ഞു കയറുന്നുണ്ട്. ആശാ വർക്കേഴ്സ് ഇരിക്കുന്ന ഭാഗത്തേക്ക് കടക്കാനാണോ കൊടിയുമായി പോകുന്നുണ്ട് റോഷിപാൽ? ബാരിക്കേഡിന് മുകളിൽ വളപ്പിലേക്ക് ചാടിക്കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കൊടിയും ബാനർ കയറി. റോഷിപാൽ, നമുക്കൊപ്പം അരുൺ സോളമൻ കൂടിയുണ്ട്. അരുൺ സോളമൻ, പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോഴിതാ ബാരിക്കേഡിന് മുകളിൽ കയറി ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം എന്ന ബാനർ സ്ഥാപിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കൂടുതൽ പ്രകോപനത്തിലേക്ക് പോവുകയാണോ സമരം? അരുൺ സോളമൻ. സുജയ, യൂത്ത് കോൺഗ്രസിന്റെ സമരം വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് വലിയൊരു അറ്റാക്കിംഗ് സ്വഭാവത്തിലൂടെയാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ അരങ്ങേറിയത്. പ്രധാനമായിട്ടും വന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഈ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചകളാണ് കണ്ടത്. ഇപ്പോൾ ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാനറാണ് ഇപ്പോൾ ബാരിക്കേഡിന്റെ മുകളിൽ പ്രവർത്തകർ കയറി നിന്നുകൊണ്ട് ബാനർ ഉയർത്തുകയാണ്. പ്രധാനമായും ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ജില്ലാ അധ്യക്ഷനൊക്കെ അടക്കമുള്ളവരാണുള്ളത്. സംസ്ഥാന പ്രധാനപ്പെട്ട ഭാരവാഹികളൊന്നും തന്നെ ഇല്ല എങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വളരെ ഒരു രൂക്ഷമായിട്ടുള്ളൊരു മാർച്ചായി തന്നെ മാറിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. എന്തായാലും ഈ തൊട്ടടുത്ത് ആശാപ്രവർത്തകരുടെ സമരം 18ാം ദിവസം കടന്നു പോകുമ്പോൾ അവരാരും തന്നെ ഇതിലില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇത്തരത്തിൽ അരങ്ങേറുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിനോടൊന്നും തന്നെ സഹകരിക്കാൻ ആശാപ്രവർത്തകർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇതിലൊരു സമാധാനപരമായിട്ടുള്ള ഒരു സമരമാണ് ആശാപ്രവർത്തകർ ഇതുവരെ ഈ 18 ദിവസം വരെയും നടത്തി വന്നിരുന്നത്. പലരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവർക്കൊപ്പം അവരുടെ സമര സദസ്സുകളിലൊക്കെ വന്നിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷേ ഇതിനോടകം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് എത്തുമ്പോൾ, ഈ സമര വീതിയിലെത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. പൂർണ്ണമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട ഈ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് തന്നെ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ സമരരംഗത്ത് നിൽക്കുകയാണ്. പ്രധാനമായും എടുത്തു സൂചിപ്പിക്കേണ്ടുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ചാണ്. പിണറായി സർക്കാർ പ്രവർത്തകരെ തെരുവിലിറക്കിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും അന്ന് ഈ വെഞ്ഞാറമൂട് കൊലപാതകത്തെ അനുബന്ധിച്ച് ഈ മാർച്ച് മാറ്റിവെക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയതും ഇതൊരു അക്രമ സ്വഭാവമുള്ള മാർച്ചായി മാറുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ പ്രകോപനമായി പ്രവർത്തകർ മാറിയിരിക്കുന്നു. പ്രധാനമായും ജില്ലാ പ്രവർത്തകരുടെ ഇത്തരത്തിൽ 100ഓളം വരുന്ന ജില്ലാ പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില ഭാരവാഹികളൊക്കെ ഉണ്ട് എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ആശാ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ മാർച്ച് ഇപ്പോൾ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇനിയും ഏത് തലത്തിലേക്ക് ഈ മാർച്ച് മാറുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി സാധാരണഗതിയിൽ സെക്രട്ടറിയിലേക്ക് വരുന്ന മാർച്ചൊക്കെ ഈ MG റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഘട്ടത്തിലേക്കൊക്കെ കടന്നു പോകാറുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിൽക്കുകയാണ്. 2-3ഓളം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും മാർച്ച് അക്രമ സ്വഭാവത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ സമരം മാറുമോ, ഈ പ്രതിഷേധ മാർച്ച് മാറുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട്. സുജയ. റോഷിപാൽ നമുക്കിപ്പോൾ ഉണ്ട്. റോഷിപാൽ, പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ബാനറൊക്കെ ഉയർത്തി ഇനിയിപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകുമോ അതോ അവിടെ തുടരുകയാണോ? സുജയ, പ്രവർത്തകർ പ്രതിഷേധം തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള പ്രതിഷേധം അവർ അവസാനിപ്പിച്ചിട്ടില്ല. ബാനർ കെട്ടി എന്തായാലും ഒരു പ്രതിഷേധത്തിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ടാവും. നേരത്തെ തന്നെ ഈ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഇത്തരം പ്രതിഷേധ മാർച്ചുകൾ അക്രമാസക്തമാവരുതെന്ന് നേരത്തെ തന്നെ ആശാപ്രവർത്തകർ അഭ്യർത്ഥിച്ചിരുന്നു ഈ സമരക്കാരോട്. അത് നേരത്തെ മഹിളാ കോൺഗ്രസൊക്കെ ആ അക്രമ സമരത്തെ ചെയ്തില്ല. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകരുടെ അരുൺ സോളമൻ തുടരുന്നുണ്ട്. അരുൺ സോളമൻ, എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ സുജയ, ഈ പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റ് വളപ്പിൽ വച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ തള്ളിയിടാനുള്ള ഒരു ശ്രമമാണ് നടത്തി വരുന്നത്.
ഈ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ബാനർ ഇതിന് മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രവർത്തകർ ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ ബാരിക്കേഡ് തള്ളിയിടാനുള്ള ശ്രമമാണ്. സുജയ, അടുത്ത് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. 4ാം തവണയാണ് ഇപ്പോൾ ഈ സമരം തുടങ്ങി. വെറും 10 മിനിറ്റേ ആയിട്ടുള്ളൂ. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അറ്റാക്ക് സ്വഭാവത്തിലേക്ക് മാറാറില്ല. വളരെ ശാന്തമായിട്ട് തുടങ്ങാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിലൊരു രൂക്ഷമായ ഒരു സമരമായി മാറുന്നു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി വീണ്ടും പ്രയോഗിക്കുന്നു. പക്ഷേ പ്രവർത്തകർ വളരെ സമരവീര്യത്തോടുകൂടി തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ പ്രവർത്തകരും 150ഓളം പ്രവർത്തകർ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള 150ഓളം പ്രവർത്തകർ ഈ സമര രംഗത്തുണ്ട്. തൊട്ടടുത്ത് BJPയുടെ വി മുരളീധരനും തൊട്ടടുത്ത ആശാപ്രവർത്തകരുടെ സമരവേദിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് അടുത്തത്. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ സമരത്തിൽ ഈ മാർച്ച് ഒരു അക്രമ സ്വഭാവമുള്ളതായി മാറുന്നു. പോലീസ് ജലപീരങ്കി